ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഴുത്ത ചക്ക ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ചക്കയൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പഴുത്ത അത്യാവശ്യം മധുരമുള്ള വരിക്കച്ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 15 ചക്കച്ചുളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കണം. അതിനായിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള ചക്കയ്ക്ക് അധികം കളറില്ല, അതുകൊണ്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. നല്ല ഫൈനാക്കി വേണം അരച്ചിട്ടെടുക്കാൻ. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിപ്പം 1 കപ്പ് അളവിലാണ് കേട്ടോ ഉള്ളത് ഈ ഒരു ചക്കേൻ്റെ പ്യൂരി. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ടിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. നല്ല രീതിയിൽ കളറ് മാറി വരേണ്ട ആവശ്യമില്ല കേട്ടോ. ലൈറ്റായിട്ടൊന്ന് കളറ് മാറി വരുന്നിടം വരെ വേണം ഒന്ന് വറുത്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ. ശേഷം ഇതേ നെയ്യിലേക്ക് തന്നെ 1/4 കപ്പ് അളവിൽ റവ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. വറുക്കാത്ത റവയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ റവയൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതും ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വറുത്ത ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതേ പാനിലേക്ക് തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചക്ക കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ ഇവിടെ നിന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതൊന്ന് അരിച്ചിട്ടും കൂടി എടുത്തിട്ടുള്ള പാനിയാണ് കേട്ടോ. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടും കൂടി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 നുള്ള അളവിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചിട്ടും കൂടി വരണം കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവയും തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇതിലേക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിൽ വറുത്തിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതങ്ങ് തിക്കായി വരും കേട്ടോ. പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവാവും. അതുവരെ വേണം നമ്മളിത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ അബ്സോർബായിട്ട് ഇത് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു രീതിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്നെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വരണം. നമ്മുടെ കൈ വെച്ചിട്ട് പിടിക്കാൻ പാകത്തിനാവണം കേട്ടോ. അതുവരെ ഒന്ന് മാറ്റി വെക്കാം.
ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. വാഴയിലയിൽ വെച്ചിട്ട് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ ആകാം, അല്ലാന്നുണ്ടെങ്കിൽ വയണയില ഉപയോഗിക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാനൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതെല്ലാതും ഞാനിവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു ഇഡലിത്തട്ടിലേക്ക് വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് പെറുക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. വാഴയില ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഡലിത്തട്ടിൽ വെക്കുന്നതിന് മുന്നേ ആ ഇഡലിത്തട്ടിൽ കുറച്ച് ഓയിലൊന്ന് തടവണം കേട്ടോ. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡലി ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ തിളച്ച് ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു തട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നെടുത്ത് പുറത്തേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ പഴുത്ത ചക്ക വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള രുചികരമായിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ചക്കയുടെ കാലമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ആദ്യം ഞാനൊന്ന് മുറിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതുപോലുള്ള 4 മണി പലഹാരത്തിൻ്റെയൊക്കെ റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും കയറി ഒന്ന് കണ്ടും കൂടി നോക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.